ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ലിക്വിഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ സെക്ഷനാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് വോളിയം, കപ്പാസിറ്റി എന്നീ രണ്ട് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെയാണ്. അപ്പോൾ വോളിയം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക, ഒരു ബോട്ടിലിൽ എത്രത്തോളം ലിക്വിഡ് അല്ലെങ്കിൽ മാറ്റർ ഉൾക്കൊള്ളുന്നുണ്ട് ആ അളവാണ് ആ ബോട്ടിലിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കപ്പാസിറ്റി എന്തായിരിക്കും? ആ സെയിം ബോട്ടിലിൽ എത്രത്തോളം ലിക്വിഡ് അല്ലെങ്കിൽ മാറ്റർ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ അളവാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ വോളിയം എന്താണ്, കപ്പാസിറ്റി എന്താണ്, അതെങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ലിക്വിഡ് മെഷേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. എ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ വെസൽ ഓഫ് ഇന്നർ സൈഡ് 10 സെൻറ്റിമീറ്റർ. ക്യൂബിക്കൽ വെസൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ സൈഡും സെയിം ആയിട്ടുള്ളത്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ടുള്ള ഒരു വെസലിനെയാണ് നമ്മൾ ക്യൂബിക്കൽ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നർ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇന്നർ സൈഡുള്ള ഒരു ക്യൂബിക്കൽ വെസലിൻ്റെ കപ്പാസിറ്റി എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 × 10 × 10. നമ്മൾ എങ്ങനെയാണ് കപ്പാസിറ്റി കണ്ടുപിടിച്ചിരുന്നത്? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റിൽ തന്നെയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്യൂബിക് വെസലിൻ്റെ ഓരോ സൈഡും 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 × 10 × 10 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഈ 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഓരോ ബോട്ടിലിൻ്റെ മോഡലും, ഇപ്പോൾ ജ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാർപ്പിക്ക്, പിന്നെ വെളിച്ചെണ്ണ, ഓരോന്നും നമ്മൾ എങ്ങനെയായിരിക്കും മേടിക്കുക? ലിറ്റേഴ്സിലായിരിക്കും മേടിക്കുക. ലിക്വിഡ് നമ്മൾ കൂടുതലും ബോട്ടിൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ജാറുകളിലൊക്കെ ആയിരിക്കും മേടിക്കുക. ആ മേടിക്കുന്ന ജാറുകൾ അല്ലെങ്കിൽ ബോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവുക ഇതിലായിരിക്കും, ലിറ്റേഴ്സിൽ അല്ലെങ്കിൽ മില്ലി ലിറ്റേഴ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മളെടുത്ത കണക്കുകളെല്ലാം ഒന്നില്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സിലോ അല്ലെങ്കിൽ ക്യൂബിക് മീറ്റേഴ്സിലാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്, വോളിയം, കപ്പാസിറ്റി എല്ലാം. സോ ഇവിടെ നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സിനെ എങ്ങനെയാണ് ലിറ്ററിലേക്ക് മാറ്റുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയത് ഒരു ഇന്നർ സൈഡ് 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബിക്കൽ വെസലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു. ഈ 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് വിളിക്കുന്നത്. സോ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. സോ 2 ലിറ്റേഴ്സ് എത്രയായിരിക്കും? യെസ്, 2 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് 2000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ ഒരു കുപ്പിയുടെ മേലെ 2 ലിറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അതെന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതിൽ 2000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് ഈ കുപ്പിയുടെ കപ്പാസിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.